തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ കേസ്. രാത്രി 10 മണിക്ക് ശേഷം പ്രചാരണം നടത്താൻ ശ്രമിച്ചതിനാണ് അണ്ണാമലൈ ഉൾപ്പെടെ 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രചാരണ വാഹനത്തെ തടഞ്ഞ പോലീസുമായി അണ്ണാമലൈ വാക്കേറ്റത്തിലേർപ്പെടുകയും റോഡിൽ കുത്തിയിരുന്ന് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് അനീഷ് കെ ശിവദാസാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന പേരിലാണോ കേസെടുത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് കൃഷ്ണ പ്രവിത. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ അണ്ണാമലയ്ക്കും 300 പ്രവർത്തകർക്കുമെതിരെ തുളൂർ പോലീസ് കേസെടുത്തത്. കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കാമാച്ചിപുരത്ത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാത്രി 10 മണിക്ക് ശേഷവും പ്രചാരണം നടത്തുകയും ഇത് ചോദ്യം ചെയ്ത പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും പോലീസ് വാഹനത്തെ തടഞ്ഞ് പ്രവർത്തകരും കെ അണ്ണാമലയും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചുമത്തിയപ്പോൾ ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിക്കാനിരിക്കെയാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു കേസുമായി തമിഴ്നാട് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് തമിഴ്നാട്ടിലെ പ്രചാരണം. ഈ മാസം 19-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 17-ന് പരസ്യ പ്രചാരണം അവസാനിക്കുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ പരമാവധി പ്രചാരണം ശക്തമാക്കുകയാണ് ബി.ജെ.പി. ഉൾപ്പെടെയുള്ള മുന്നണികൾ. ഏതായാലും സമാനമായ രീതിയിൽ മുൻപും ഈ കെ അണ്ണാമലയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു. രാത്രി 10 മണിക്ക് ശേഷവും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തുന്നത് ചൂണ്ടിക്കാട്ടി DMK പ്രവർത്തകർ മുൻപും പോലീസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇതിന് കുടപിടിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ അണ്ണാമലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷവും പ്രചാരണം നടത്തിയതിന് 300 പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് അണ്ണാമലയ്ക്കും 300 പേർക്കുമെതിരെ കേസ്. വിശദാംശങ്ങൾ നൽകിയത് അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന്.